കേരളം ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു വാർത്ത കർണാടകയിലെ ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്നും പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇപ്പോൾ ആ ദൗത്യത്തിനു വേണ്ടി ഇവിടെ രൂപീകരിച്ച ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ നൌഷാദ് നമ്മോടൊപ്പം ചേരുന്നത്. നൌഷാദ്, ഈ തെരച്ചിൽ ഇന്നലെ തുടങ്ങി വെച്ചു, പക്ഷെ ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില യന്ത്രഭാഗങ്ങൾ, വാഹന ഭാഗങ്ങളൊക്കെ കിട്ടി എന്നുള്ള നിലയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആക്ഷൻ കമ്മിറ്റിയുടെ ഇപ്പോഴുള്ള ഒരു ഈ തെരച്ചിലിനെ സംബന്ധിച്ച്, ഇപ്പോൾ പുരോഗമിക്കുന്ന തെരച്ചിലിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എന്താണ്, ആശങ്കകൾ എന്താണ്? ഞങ്ങൾക്ക് ഇതുവരെ നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയിലായിരുന്നു. ഈ ഡ്രഡ്ജർ വന്നാൽ നമുക്ക് അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു സാധ്യത നിലനിന്നിരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് കണ്ടിട്ട് നമ്മൾ കുറച്ചുകൂടി മുങ്ങൽ വിദഗ്ധരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യങ്ങൾ നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഈശ്വർ മാൽപ്പേക്കാണ് എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രാപ്തരായ മുങ്ങൽ വിദഗ്ധർ അദ്ദേഹത്തിനെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമായിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് ആക്ഷൻ കമ്മിറ്റി അത്തരത്തിലുള്ള പേരുകൾ രേഖപ്പെടുത്തി നിവേദനത്തിലൂടെ അവർക്ക് പോകാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നൌഷാദ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അത് സംബന്ധിച്ച് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ കണ്ടു ഞങ്ങള് നിവേദനം കൊടുത്തു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തിന്റെ PS രാകേഷ് സാറിനെ കണ്ടു. അതിനുശേഷം നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ മെമ്പർ സെക്രട്ടറി അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് അയച്ചു. അപ്പൊ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച രീതിയിൽ അതിനൊരു സ്പീഡ് കിട്ടുന്നില്ല. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്കുള്ള, മാത്രമല്ല ഇന്നും നാളെയൊക്കെ അവധിയാണ് എന്നുള്ള പ്രശ്നങ്ങളും ഉണ്ട്. എന്തായാലും ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾക്ക് അവധി ബാധകമല്ലെങ്കിലും അതിന് വേണ്ടത്ര വേഗത പോരാ എന്നുള്ള ഒരു തോന്നൽ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും വേഗത പോരാ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാനൊരു സർക്കാരിനെയോ ഒന്ന് കുറ്റം പറഞ്ഞുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും അമ്മയുടെ അടുത്ത് പോയി അർജുനെ വീണ്ടും കിട്ടണം, അർജുന്റെ തെരച്ചിൽ അവസാനിപ്പിക്കരുത്, ക്യാബിനടുത്ത് വരെ തെരച്ചിൽ നടത്തണം എന്ന അമ്മയുടെ ആഗ്രഹമാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിച്ചത്. അതെ. അപ്പൊ അതുകൊണ്ട് അതിന് ചടുലമായ ഒരു നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ചുകൂടി മുങ്ങൽ വിദഗ്ധന്മാരെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് നിരന്തരമായിട്ട് നമ്മൾ അഭ്യർത്ഥിച്ചു. നൌഷാദ് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. കാര്യം ഇപ്പോൾ 1 കോടി രൂപയോളം മുടക്കി കൊട്ടിഘോഷിച്ചു വന്ന ഡ്രഡ്ജർ അവിടെ പ്രവർത്തിക്കുന്നു. അതിനെ നമ്മൾ കുറച്ചു കാണുകയല്ല. പക്ഷെ അതേസമയം ഇതുവരെയുള്ള ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഈ തെരച്ചിൽ പ്രക്രിയയിൽ പോലും ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകൾ വരുന്നത് ഈ പറയുന്ന തരത്തിൽ ഈശ്വർ മൽപ്പെ നടത്തുന്ന ഏകാംഗ പോരാട്ടത്തിലാണ്. മുങ്ങൽ വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹം കണ്ടെത്തുന്ന വസ്തുവകകളാണ് ഇപ്പൊ പുറത്തു വരുന്നതും. അവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത് വേറൊരു വാഹനത്തിന്റെ കൂടി അവശിഷ്ടം അവിടെ കാണുന്നു എന്നുള്ളതാണ്. അതൊരു ടെമ്പോ ട്രാവലറിന്റെ ഇതുപോലെ അത്ര വലിയ വാഹനത്തിൻ്റെതല്ലാത്തത്. അപ്പോൾ എന്തെല്ലാമാണ് അവിടെ മറച്ചു വെച്ചിട്ടുണ്ടാവുക? ഈ പറയുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിൽ കാരണം ഉണ്ടായ അപകടം വേണ്ടത്ര കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്നുണ്ടോ? നമ്മൾ ഈ ആശങ്കകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അർജുനെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് അവിടുന്ന് ആളുകളൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഫോടനം നടന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു സംശയം ദൂരീകരിക്കണം എന്ന് നമ്മുടെ ഒരു ആവശ്യത്തിൽപ്പെട്ടതാണ്. കാരണം നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തകരാണ്. ആ നിവേദനത്തിൽ മുഖ്യമന്ത്രി കൊടുത്തതിലുണ്ട്, നമുക്കിപ്പോ അതേ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇന്ന് ഞങ്ങള് ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിക്കും SP-ക്കും കലക്ടർക്കും വീണ്ടും ഒരു കത്തയച്ചിട്ടുണ്ട്. ഞങ്ങളെ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകാരം ഞങ്ങളെ സഹകരിപ്പിക്കാൻ, നമ്മൾ കണ്ടെത്തിയ ടീമിനെ സഹകരിപ്പിക്കാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള വിഷയം ആയതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന് ഒരു പരിമിതിയുണ്ട്. നമുക്ക് എന്തായാലും അന്തിമമായിട്ട് നമ്മുടെ ആവശ്യം നമ്മുടെ അർജുനെ കണ്ടെത്തുക, അമ്മയുടെ ആഗ്രഹം സാധ്യമാക്കണം. അത് കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി 2.5 മാസത്തോളമായി കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഒരു വാർത്ത വരാൻ. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്താലും അധികമാവില്ല എന്നുള്ള നിലയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന തരത്തിൽ 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു പരിമിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ പ്രക്രിയ
ഫലം കാണും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? ഈ സാധാരണ നമ്മൾ ഡ്രഡ്ജർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഉപകരണങ്ങളല്ല ഇതിൽ കാണുന്നത്. ഇതിൽ നമ്മളൊരു JCB പോലെയുള്ള ഒരു യന്ത്രമാണ് കാണുന്നത്. അപ്പൊ അതിങ്ങനെ കോരിയെടുക്കുമ്പോ നമ്മൾ വെള്ളമാണ് നമ്മൾ കാണുന്നത്. പിന്നെ എത്ര ആഴത്തിൽ ഇത് പരിശോധിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇവിടെയും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല, കാരണം എന്താ പരിമിതികൾ അറിയില്ല. പക്ഷെ എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഇതുകൊണ്ട് എങ്ങനെ തിരയാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നമ്മൾ സാധാരണക്കാരാണ് അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു JCB പോലുള്ള വളരെ ഷോർട്ട് ഹാൻഡഡ് ആണ്. നേരത്തെ അവിടെ ലോങ് ബൂം ഒക്കെ വന്നിട്ട് തെരച്ചിൽ നടത്തിയ സ്ഥലത്താണ്. പക്ഷെ ഇത് മതിയോ? ഇതാണോ ഈ ഡ്രഡ്ജർ എന്ന് പറയുന്ന സംഭവം ഇതാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും സാധാരണക്കാരനായ നമ്മളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചിന്തിക്കേണ്ട ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ഇതിനെപ്പറ്റി അറിയുന്ന, സാങ്കേതിക വിദ്യ അറിയുന്ന, ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മളല്ല ചെയ്യേണ്ടത്. കാരണം നമ്മളെ ജനങ്ങളുടെ ഏത് സർക്കാരിന്റെ പണമായാലും ജനങ്ങളുടെ പണമായാലും അത് ചെലവഴിക്കപ്പെടുന്നത് അതൊരു ഉത്തരവാദിത്തത്തിൽ അതിന് ആവശ്യമായ കാര്യങ്ങൾ നടക്കണം. എല്ലാവരെയും ആഗ്രഹം നടക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് അർജുനെ കണ്ടെത്തണം. അവന്റെ അമ്മയുടെയും ഭാര്യയുടെയും കുടുംബത്തിന്റെയും ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഈ കോസ് എന്താണ്, നമുക്ക് എന്താണ് അവിടെ ചെയ്യേണ്ട ദൗത്യം, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളെ സംബന്ധിച്ചൊന്നും നിർദ്ദേശം നൽകാനോ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താനോ വേണ്ടത് കണ്ടെത്താനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണോ നമ്മുടെ രാജ്യത്തുള്ളത്? എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഒരുതരം അനാസ്ഥ നിറഞ്ഞ ഒരു മേഖലയായിട്ട് മാറുന്നത്? നമ്മള് പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിന്റെ കാര്യങ്ങള് പുനഃക്രമീകരിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പല ചർച്ചകളിലും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. 8 വർഷം മുമ്പേത്തുള്ള സംവിധാനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. നമുക്കൊരു സംഭവ സ്ഥലത്തേക്ക് എന്തൊക്കെ അത്യാധുനിക സാധനങ്ങൾ, ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മള് സാധാരണക്കാരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പല മേഖലയിലും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യമായ എക്വിപ്മെന്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരു സംഭവത്തിൽ ചെല്ലുമ്പോൾ എല്ലാ സാധനങ്ങളും ആയിട്ടാണ് അവിടെയൊക്കെ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ നമ്മൾ അവിടെ എത്തുമ്പോഴാണ് പിന്നെ ക്രെയിം വേണമെങ്കിൽ ക്രെയിം പിന്നെ എത്താൻ വേണ്ടി ഒരു ദിവസം നിൽക്കുന്നു. നമ്മൾ പറയും ഡ്രഡ്ജർ എത്താൻ പിന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വീണ്ടും വീണ്ടും ദിവസങ്ങൾ പോകുന്ന ഒരു സംവിധാനമാണ്. അതെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നിൽ കാണുകയാണ്. 70 ദിവസം കഴിഞ്ഞിട്ടും ഈ തിരച്ചിൽ കൊണ്ട് 1-2 ദിവസം, ആകെ 3-4 ദിവസമാണ് അവർ തിരയാന്ന് കാണുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഒരു ബക്കറ്റ് വെച്ച് ഈ പറയുന്ന JCBയുടെ ഒരു കൈ ഉപയോഗിച്ച് മാന്തി എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ പോകുന്നത് എന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായ വേദനയാണ്. അർജുനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ വേദനിക്കുകയാണ്, അവരുടെ കുടുംബത്തിനെ ഓർത്ത് നമ്മൾ വേദനിക്കുകയാണ്. അപ്പൊ ഇനി ആക്ഷൻ കമ്മിറ്റി ഇപ്പോ ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ശിരൂരിലേക്ക് ഈ ദൗത്യ സംഘത്തെ നയിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങളെല്ലാം, നിയമപരമായ എല്ലാ മാർഗങ്ങളും നമ്മൾ തേടുന്നുണ്ട്. നമ്മുടെ കൂടെ വരാനുള്ള ആളുകൾ റെഡിയാണ്. ആ ലിസ്റ്റൊക്കെ നമ്മൾ ഇരു ഗവൺമെന്റിനും തന്നെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുകൂടാതെ നമുക്ക് ഈ പറയുന്ന തരത്തിൽ ഈ ബാർജ് ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി കാര്യക്ഷമമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നതിന് ആവശ്യമായ നമുക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പിന്നെ നിർദ്ദേശം കൂടി, ഒരു ഓഫർ കൂടി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച കത്തിൽ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഇപ്പോഴും അത് ലൈവായിട്ടുണ്ടോ? അങ്ങനെയുള്ള തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? നമ്മളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു മറുപടി, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല. അതിന് പറയുന്നത് കർണാടക ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സഹായവും തേടിയിട്ടില്ല, അതുകൊണ്ട് അത് അനുവദിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പൊ നമ്മൾ ആളുകളെ കൊണ്ടുപോകുന്ന കാര്യത്തിലും നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും കേരളത്തിന്റെ അതിർത്തി കടന്നു പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളോ യാതൊരു തരത്തിലുള്ള അപകട മുന്നറിയിപ്പുകളോ ഒന്നുമില്ലാതെ വന്നതൊക്കെയാണ് ഈ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ചും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഹൈവേയിൽ പോലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് പോലും അവിടെയൊന്നും ലഭിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് 10,000-കണക്കിന് തൊഴിലാളികൾ നിരന്തരം അതിർത്തി കടന്ന് ഇതുപോലുള്ള പ്രദേശങ്ങളിലൂടെ പല തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അവർ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയത്തെ നമ്മൾ ഈ വിഷയമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ
അങ്ങനെ പോകുന്ന ഒരു ഡ്രൈവർക്ക് സംഭവിച്ച അത്യാഹിതമാണല്ലോ ഇത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ മറ്റൊരു അത്യാഹിതം ഭാവിയിൽ ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷണറി മെഷേഴ്സ് അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റ് മുമ്പാകെയോ ഈ പറയുന്ന തരത്തിൽ മറ്റ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെയോ ആക്ഷൻ കമ്മിറ്റിക്ക് സമർപ്പിക്കാറുണ്ടോ? സമർപ്പിച്ചിട്ടുണ്ട്. നമ്മള് മുഖ്യമന്ത്രിയെ കണ്ട് പിന്നെ നിവേദനം കൊടുത്ത അതിൽ തന്നെ നമ്മൾ ഈ വിഷയങ്ങളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ലോറി തൊഴിലാളികൾ അല്ലെ നമ്മുടെ സുഹൃത്തുക്കളുടെ അധ്വാന ഫലം കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചു. നമ്മുടെ ശ്വാസം എടുക്കുന്നത് തന്നെ എന്താ പറയാ നമ്മുടെ ലോറി തൊഴിലാളികളുടെ ഒരു അധ്വാനം കൊണ്ടാണ്. അവർക്ക് തീർച്ചയായിട്ടും പല രീതിയിലുള്ള പീഡനങ്ങൾ പല രീതിയിൽ വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അവരോട് പിന്നെ ഒരിപ്പോൾ ലോറി ഉടമയായാലും തൊഴിലാളി ആയാലും ലക്ഷക്കണക്കിന് രൂപ ടാക്സും മറ്റുമൊക്കെ വാങ്ങി വെച്ചിട്ടും ടോളും ഒക്കെ വാങ്ങി അതെ അവർക്ക് വേണ്ട സുരക്ഷ കൊടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ അത് മാത്രമല്ല ഈ തൊഴിലിലേക്ക് വരുന്ന ആളുകൾക്ക് സംരക്ഷണം അതിലെങ്ങനെയാണ് കമ്മിറ്റി നിർദ്ദേശിച്ചത്? എന്താണ് ആവശ്യം ഉന്നയിച്ചത്? അത് പിന്നെ ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോ നമ്മുടെ അർജുൻ അവിടെ ലോറി പാർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ലോറി പാർക്ക് ചെയ്യേണ്ടി വന്നത്? അപ്പോൾ അത് പഠിക്കണം. അത് തൊട്ടിട്ട് ലോറി തൊഴിലാളികൾ ദൈനംദിനമായിട്ട് അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആണ് നമ്മൾ നിവേദനം കൊടുത്തത്. അത് പഠിച്ച് പിന്നെ അത് സംബന്ധിച്ച് കമ്മിറ്റി ഒരു കമ്മീഷനോ അങ്ങനെ വെച്ച് അതും നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്തായാലും ശുഭകരമായ ഒരു വാർത്ത ശിരൂരിൽ നിന്ന് എത്രയും വൈകാതെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറിൽ കടന്നു വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാം. എന്തായാലും കമ്മിറ്റിയുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം ഇതിന് തുടർന്നുള്ള ദിവസങ്ങളിലും വേണ്ടതുണ്ട്. അതിന് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസം ഈ പറയുന്ന കുടുംബത്തിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഉണ്ട്. അതിനനുസരിച്ച് ഉയരാൻ കമ്മിറ്റിക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ഗവൺമെന്റുകൾ ഈ കമ്മിറ്റിയുടെ ആവശ്യം, കാരണം അവിടുത്തെ തിരച്ചിലിന് വേണ്ടി കമ്മിറ്റി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ആളുകളെ അവിടെ എത്തിക്കാൻ ഇപ്പോൾ തിരച്ചിലിന്റെ അർത്ഥവത്തായ ഭാഗം നിർവഹിക്കുന്ന ഈശ്വർ മൽപ്പയ്ക്ക് സഹായകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കൂടി വേണ്ടി ഈ ഗവൺമെന്റുകൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.